ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങിയ ഒരു വീഡിയോ ഉണ്ട്. രായപ്പനും അതായത് പൃഥ്വിരാജ് സച്ചിനുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കല് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ പാസഞ്ചേഴ്സ് എല്ലാവരും കയറി വന്ന് ഏറ്റവും അവസാനം പൃഥ്വിരാജ് ഫ്ലൈറ്റിലേക്ക് കടന്നവരാണ്. കാരണം പണ്ടങ്ങാണ്ട് പൃഥ്വിരാജ് സച്ചിനെ വിമാനത്തിൽ വെച്ച് കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്ന് സച്ചിന് പൃഥ്വിരാജിനെ അറിയാൻ ഒരു വഴിയില്ല, പക്ഷെ പൃഥ്വിരാജിന് സച്ചിനെ അറിയാം. അങ്ങനെ വന്നപ്പം അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പറയുന്നു. സച്ചിൻ ഭയങ്കര സിമ്പിളാണെന്നൊക്കെ പറയുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കണ്ടുകൊണ്ട് വേറെ ആൾക്ക് ഉരുപ്പെട്ടി അയാളുണ്ടാക്കിയിട്ട് വീഡിയോ ആണ്. പുള്ളി ഇതേപോലെ വിമാനത്തെ വെച്ച് പൃഥ്വിരാജിനെ കണ്ടു. അപ്പോൾ സെൽഫി എടുക്കാൻ പോയി. പൃഥ്വിരാജ് സമ്മതിച്ചില്ല, ഭയങ്കര ജാടയാണ്. വിമാനത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും പുള്ളി സെൽഫി എടുക്കാൻ പോയി. അപ്പോഴും പൃഥ്വിരാജ് സമ്മതിച്ചില്ല, മൈൻഡ് ചെയ്യാതെ പോയി. അങ്ങനെയൊക്കെ ഒരു സാധനം. ഈ ആൾക്കാർ സെലിബ്രിറ്റീസ്, അതായത് സിനിമാ നടന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പുറകെ ഇങ്ങനെ വായിക്കൂടെ വെള്ളം ഒലിപ്പിച്ച് അല്ലെങ്കിൽ നടിമാരെന്ന് പറഞ്ഞുകൊണ്ട് സെൽഫി വേണം, അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം, ഓട്ടോഗ്രാഫ് വേണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇവർ സൊസൈറ്റിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇവരുടെ ഇൻഫ്ലുവൻസ് എന്താണ് ഇത്ര വലുത്? ഇവിടെ മറ്റാർക്കും ഇത്ര ഇൻഫ്ലുവൻസ് ഇല്ല. ഇവരോട് എന്തിനാണ് ഇത്ര ഒരു ആരാധന ആൾക്കാർക്ക്? ഞാൻ പേഴ്സണലി ഇതേപോലുള്ള പരിപാടി, അതായത് എവിടെയും സിനിമ ഷൂട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ സിനിമാരം വരുന്നു എന്നുള്ള പരിപാടി ഒന്ന് പോയി വായി നോക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു അഭിമാനമുണ്ട്. ഈ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്, ഇവർ സിനിമയിൽ അഭിനയിക്കുന്നു, കുറേ സിനിമയിൽ അഭിനയിച്ച് കുറേ പൈസ ഉണ്ട്, അതുകൊണ്ട് ഇവരൊക്കെ എന്തോ പ്രത്യേകതരം ജീവികളാണ്. ഇവർക്ക് ഈ സെൽഫി എടുക്കാൻ പോകുന്ന ഇപ്പോൾ ഈ പറയുന്ന ചേട്ടനുണ്ടല്ലോ, ഇയാളെക്കാളും എന്തോ ക്വാളിറ്റി ഉണ്ട്. അവരുടെ കൂടെ ഫോട്ടോ എടുത്ത ജീവിതം ധന്യമായി, അല്ലെങ്കിൽ നാളെ സിനിമയിൽ അവസരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തോ ഒരു ഇന്റൻഷൻ ഉണ്ട് അതിൻ്റെ പുറകെ. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പൃഥ്വിരാജ് ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നു, ആ സിനിമ കാണുക, പോവുക, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തിലെന്ന് പറയുക, കൊള്ളാന്ന് പറയുക, ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങി പോകുക, ഇടയ്ക്ക് വെച്ച് അതൊക്കെ ചെയ്താൽ പോരെ. ഇവർ ഈ വരുന്നതിൻ്റെ പുറകെല്ലാം പോയി വായി നോക്കി നടന്ന് നാണം കെട്ട്. അയാൾ പറയുന്ന ഒരു കഥ കേട്ടല്ലോ, ബിസിനസ് ക്ലാസ് വെച്ച് അയാൾ സെൽഫി വെച്ചിട്ട് കൊടുത്തില്ല, അതും പോരാഞ്ഞിട്ട് എന്താ വിമാനം ഇറങ്ങി കഴിഞ്ഞിട്ട് അയാളെ പുറകെ പോയെന്നൊക്കെ. അതൊക്കെ ഒരു നാണം കെട്ട അവസ്ഥയില്ല. അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? അതന്നെ, ഇവരൊക്കെ അത്ര ചെറിയ മനുഷ്യരാണോ? ഇവരെക്കാളും എന്തോ വലിയ മനുഷ്യരാണോ ഈ സിനിമാ താരങ്ങൾ പറയുന്നത്? പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഒക്കെ സഹജീവിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ സിനിമയിൽ അഭിനയിക്കുന്നു, അത് മതി. അതിൽ കൂടുതൽ അവരോട് ബഹുമാനം കാണിക്കാനോ അവരുടെ പറയാൻ വായി നോക്കി നടക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. ആത്മാഭിമാനമുള്ളവർക്കൊന്നും അത് ചെയ്യേണ്ട കാര്യമില്ല. ആ കണ്ടാ കണ്ടു, ചിരിച്ചാൽ ചിരിച്ചു, പോയാൽ പോയി, ആ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ വലിയ ചെറുതാണെന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ വലിയ വലിയ ആൾക്കാരാണെന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ചെറുതാണ്. അത് ലോകത്തെ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റു ലോകത്തെ വിവരം വിദ്യാഭ്യാസമുള്ള ജനതയുണ്ടല്ലോ, അവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെറുതാണ്. പക്ഷേ ഇവിടുത്തെ സിനിമാ നടന്മാരുടെ അടുത്തോ ഇവിടുത്തെ കാശുള്ളവൻ്റെ അടുത്തോ ഒന്നും നിങ്ങൾ ചെറുതല്ല. അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത് അടിമത്തമാണ്. അടിമത്തം. ഒരു തിരുവനന്തപുരത്തെ രാജാവിനെ കാണുമ്പോൾ അടിമകൾക്ക് തോന്നുന്ന ഒരു അടിമത്തം ഇല്ലേ, ആ അടിമത്തം പോലത്തെ അടിമത്തമാണ് ഈ അടിമത്തം. അതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് സ്പെസിഫിക് കേസ് പുള്ളി പറയാം, സച്ചിനല്ല രായപ്പനല്ല സച്ചിൻ. സച്ചിനെ പൃഥ്വിരാജിനെ അന്നറിയത്തില്ലായിരുന്നു, പണ്ടത്തെ കഥ കണ്ട. ഇപ്പോഴും അറിയത്തില്ല ഇങ്ങനെ പൃഥ്വിരാജിനെ അറിയേണ്ട കാര്യമില്ല. സച്ചിൻ ഒന്നും അല്ലെങ്കിലും ലോകത്ത് ക്രിക്കറ്റ് ഒക്കെ കാണുന്നവർക്ക് അറിയാവുന്ന ഒരു ക്രിക്കറ്റ് താരമാണ്, ഒരു കായിക താരം, ഒരു അത്ലറ്റാണ്. പൃഥ്വിരാജിനെ അങ്ങനെ എല്ലാവരും അറിയത്തില്ല. മലയാളികൾ അറിയും, കേരളത്തിലുള്ള. അതായത് സബ് ലോക്കൽ ആളാണ് പൃഥ്വിരാജ്. സച്ചിൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ആളാണ്, ഇന്ത്യയിലും പിന്നെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. പണ്ട് മരിയ ഷറപ്പോവ സച്ചിൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാരെല്ലാം പോയി തെറി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. മരിയ ഷറപ്പോവയ്ക്ക് സച്ചിൻ അറിയത്തില്ല, പക്ഷെ മരിയ ഷറപ്പോവിനെ സച്ചിൻ അറിയാം. കാരണം മരിയ ഷറപ്പോവ കൈകാര്യം ചെയ്യുന്ന ഗെയിം എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ പ്രശസ്തിയുണ്ട്. അത് ക്രിക്കറ്റ് പോലെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യം അല്ലാത്തതുകൊണ്ട്. ടെന്നീസേ. അപ്പം അങ്ങനത്തെ പലതരം വ്യത്യാസങ്ങളുണ്ട്. മരിയ ഷറപ്പോവയെ സംബന്ധിച്ചോളം സച്ചിൻ ഒരു ലോക്കൽ അത്ലറ്റാണ്. സച്ചിനെ സംബന്ധിച്ചോളം പൃഥ്വിരാജ് ആരാന്ന് അറിയത്തില്ല. മരിയ ഷറപ്പോവയ്ക്ക് സച്ചിനെ അറിയത്തില്ലാത്തതുപോലെ പൃഥ്വിരാജിനെ സംബന്ധിച്ചോളം ഇങ്ങനെ അറിയത്തില്ല. അയാൾക്ക് ഇങ്ങനെ അറിയണമെന്നുണ്ടോ നിർബന്ധം? അല്ല, പൃഥ്വിരാജ് എന്തിനാണ് ഇയാൾ സെൽഫി ചോദിച്ചോളാം, സെൽഫി കൊടുക്കാൻ നിൽക്കണം എന്നൊരു നിർബന്ധമുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധം അയാൾക്കില്ല. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. അതിനുവേണ്ടി കിടന്നുകൊണ്ട് രായപ്പനല്ല സച്ചിൻ, സച്ചിനല്ല രായപ്പൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിന്റെ പുറകെ ഇങ്ങനെ വാലാട്ടി പോകുന്ന ആൾക്കാർക്ക് ഒരു വ്യക്തിത്വം ഇല്ലാത്തതിന്റെ ഒരു കുറവാണ്. അത് മറ്റാരുടെയും കുറ്റമല്ല, അത് മറ്റാരുടെയും കുഴപ്പമില്ല. വ്യക്തിത്വമില്ല. സിനിമാ താരങ്ങൾ വലിയ ആൾക്കാരാണെന്ന് കരുതുന്നു, രാഷ്ട്രീയക്കാർ വലിയ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണെന്ന് കരുതുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരൊക്കെ ഇങ്ങനെ കൈയൊക്കെ വീശി കാണിച്ചു പോകത്തില്ല. അത് കാണുമ്പോൾ സന്തോഷം ഒന്നുമില്ല. അങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവരൊക്കെ ആരാ? ഇപ്പോൾ ബ്രാഡ് പിറ്റൊക്കെയാണ് ശരിയാ, ലോകം അറിയുന്ന സിനിമ ആണെന്ന് വെച്ചാൽ അയാളോട്ട് ഫോട്ടോ എടുത്ത് ഞാൻ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇത് ചുമ്മാ എന്ത് സത്യത്തിൽ ഇവിടത്തുള്ള ആൾക്കാരുടെ പൈസ, അവർ സിനിമ കാണുന്ന പൈസ കൊണ്ടാണ് ഇവർ ക്യാഷ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെ 100 രൂപയും അത് കൂലിപ്പണിക്ക് പോകുന്നതിൻ്റെ പൈസയും, അങ്ങനെ പല ആൾക്കാരും അങ്ങനെ പലതരം പണികൾ ചെയ്ത പൈസ മേടിച്ചിട്ടാണ് ഇവർ കാശുള്ളവരാകുന്നത്. പിന്നെയും അവരുടെ പുറകെ, അതായത് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഒരു കാശുകാരാകുന്നത്. ആ പൈസ കൊണ്ട് വളർന്ന് വലുതായി അവരുടെ പുറകെ നാണമില്ലാതെ ഇങ്ങനെ നടക്കാൻ നാണമില്ലാതെ നടക്കാൻ നാണമില്ലെന്ന് ചോദിക്കുന്ന കാര്യമില്ല ഇതല്ലേ. എന്നിട്ട് അതിനെക്കുറിച്ച് വലിയ വീഡിയോ ഉണ്ടാക്കുള്ളൂ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വന്തം കാര്യം നോക്കി എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ പോവുക. അവിടെ പൃഥ്വിരാജ് വന്നു, മോഹൻലാൽ വന്നു, മമ്മൂട്ടി വന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ കിടന്നുണ്ട് വായി നോക്കി പോയി ബഹളം വെച്ച് കൂവി പറഞ്ഞുണ്ട് ഫ്ലെക്സും ഉണ്ടാക്കി പാൽ ഒഴിച്ച്. സാമാന്യ ബോധമുള്ളൊരു മനുഷ്യൻ അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മണ്ടം വീഡിയോ ആയിപ്പോയത്, മണ്ടം വീഡിയോ.